നമസ്കാരം. 10-ാമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 8-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 2-ാം തീയതി രാത്രി ചൊവ്വ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 6-ാം തീയതി ബുധൻ കർക്കിടകം രാശിയിലേക്കും പ്രവേശിക്കുന്നു. ആദ്യം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് സാമ്പത്തികമായി വളരെ ഗുണമുള്ള ദിവസവും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസവുമാണ്. പെട്ടെന്ന് ചില യാത്രകൾ തരപ്പെടുകയും അത് ഗുണകരമായി വരികയും ചെയ്യും. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വളരെ ഗുണമുള്ള ചില വാർത്തകൾ, മനസ്സിന് സന്തോഷം നൽകുന്ന ചില വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഒരിക്കലും ലാഭം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസം ലാഭവും പിന്നെ ആഴ്ചയുടെ 2-ാം പകുതിയിൽ കൂടുതൽ ഗുണകരവുമായി വരും. എന്നാലും തുടക്ക ദിവസം സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു അടയാളം ഇവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലും ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ചില സമാഗമങ്ങൾ ഇവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതാകും. ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണാൻ സാധിക്കുക, അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുക, വാഹനമോ വസ്ത്രമോ അല്ലെങ്കിൽ പുതിയ വീട്ടുപകരണങ്ങളോ വാങ്ങാൻ സാധിക്കുക, ധാരാളം ചിലവ് ചെയ്തുകൊണ്ട് വാങ്ങിക്കുന്ന ചില ആർഭാട വസ്തുക്കൾ നേടാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ആഴ്ചയുടെ തുടക്ക ദിവസം അതിൻ്റെ ഒരു ലാഞ്ചന ഇവർക്കുണ്ടാകുന്നതായി കാണുന്നു. തൊട്ടടുത്ത ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായി അധിക ചെലവിൻ്റെ ദിവസമാണ്. സ്വാഭാവികമായും ചിന്തിക്കാം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ തുടക്ക ദിവസം തന്നെ ഇവർക്കൊരു താല്പര്യം ഉണ്ടാവുകയും അത് വിജയിക്കുകയും ചെയ്യുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലവ് വർദ്ധിച്ചിരിക്കാവുന്ന കാര്യം സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ശാരീരികമായ അവശത കൊണ്ടും ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിന് ശേഷം ചിലപ്പോൾ ആശുപത്രിയിൽ പണം മുടക്കുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പണം മുടക്കുന്ന കാര്യത്തിനോ ചിലപ്പോൾ അവസ്ഥകൾ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ 2-ാം പകുതി തുടങ്ങുന്നത് തന്നെ ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ മനസ്സിന് ഉല്ലാസം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് വഴി മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസ്ഥ, കർമ്മ രംഗത്ത് കൂടുതൽ സജീവമായി നിൽക്കുവാനുള്ള ഒരു മനസാന്നിധ്യം, അതുപോലെ തന്നെ തങ്ങൾക്ക് നേരത്തെ ശത്രുതയുണ്ടായിരുന്ന വ്യക്തികളുമായി ആ ശത്രുതയൊക്കെ മാറ്റി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങളുമായി അവരെ പങ്കാളികളാക്കി മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ ശാരീരികമായും കുറച്ച് ഗുണം കിട്ടുന്നൊരു ദിവസമാണ് ആഴ്ചയുടെ 2-ാം പകുതി. സ്വന്തം ശാരീരിക വ്യക്തിത്വവും മാനസിക വ്യക്തിത്വവും നന്നാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇവരുടെ ആകർഷകത്വം മറ്റുള്ളവരെ വല്ലാതെ സ്വാധീനിക്കുന്ന ദിവസം കൂടിയാണ് ആഴ്ചയുടെ ആദ്യ പകുതിയുടെ തുടക്ക ദിവസങ്ങൾ. അവസാന ദിവസങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ വാക്കുകൾ ഇവർക്ക് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ പരുഷമായി പ്രയോഗിക്കേണ്ടി വരുന്നതിൻ്റെ ഫലമായി ചില കലഹമോ പ്രശ്നങ്ങളോ അകൽച്ചയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട്ടിൽ പുതിയ വാഹനം വരികയോ അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുകയോ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയോ ചെയ്യാം, അല്ലെങ്കിൽ വീട് വാങ്ങുക തന്നെ ചെയ്യാം. പുതിയ വസ്ത്രം, പുതിയ വീട്ടുപകരണങ്ങൾ, IT വസ്തുക്കൾ ഇതൊക്കെ ഇവർക്ക് സമ്മാനമായി ലഭിക്കുകയോ അല്ലെങ്കിൽ നേടുകയോ ചെയ്യുന്നതായും കാണാം. പൊതുവെ ഗുണകരമാണ്. മാതാവിൻ്റെ ആരോഗ്യനില, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ ആസ്മ സംബന്ധമായോ എന്തെങ്കിലും കുഴപ്പമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനിടയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം, പ്രത്യേകിച്ചും മാതാവുമൊത്ത് സഞ്ചരിക്കവേ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2-ാം തീയതി സായാഹ്നം 3:15 വരെയും അത് കഴിഞ്ഞാൽ 5-6 ദിവസങ്ങളും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ്. പ്രവർത്തനങ്ങളിലെ വിജയവും സാമ്പത്തിക നേട്ടവുമാണ് പ്രധാനം. അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കൽ, കാര്യം വളരെ എല്ലാ പ്രവർത്തനങ്ങളിലെയും അവരുടെ വിജയം, അതുപോലെ തന്നെ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മതിപ്പ് വർദ്ധിക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ചും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഇടയിൽ തങ്ങളുടെ മതിപ്പ് വർദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനക്ഷമത, കഴിവ് അതൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ. സാമ്പത്തിക നേട്ടം കൃത്യമായി കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ലഭിക്കാനിടയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി ലഭിക്കേണ്ടിയിരുന്ന പണം കൃത്യമായി ഒരുമിച്ച് ലഭിക്കുകയോ അതല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക തവണകൾ വെച്ച് ലഭിക്കുവാനുള്ള അറിവ് ഇവർക്ക് ലഭിക്കുകയോ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അതുപോലെ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ കുറേ കാലമായി ബുദ്ധിമുട്ടിയിരുന്നുവെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറി അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യവും എളുപ്പവുമായി വരുന്നു.
അതിലെ കുരുക്കുകളൊക്കെ അഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. പുരാതന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ പൈതൃകമായി കിട്ടിയ കെട്ടിടങ്ങൾ അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിനിടയിലെ ചില പരാജയങ്ങളൊക്കെ മാറുന്നു, അത് വിജയമായി മാറുന്നു. അതുപോലെ കേസും വഴക്കുമായി നിന്നിരുന്ന തങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തങ്ങളുടെ സ്വത്തുവകകളോ ഒക്കെ തന്നെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക ലാഭം പ്രധാനമായും കാണുന്നു, പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു, ആഗ്രഹിച്ച അഭിലഷിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതയും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് കർമ്മസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തങ്ങളെക്കാൾ തീരെ പ്രായം കുറഞ്ഞ വ്യക്തികളുമായി, അതായത് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയോ അത്തരം ജോലികൾ തുടർന്ന് വന്നിരുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഇടവക്കൂൽപ്പെട്ട നക്ഷത്രക്കാർ അവർക്ക് സബോർഡിനേറ്റായ വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ ചില കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതൊന്നും അത്ര ഗൗരവമുള്ള കാര്യമല്ല. തങ്ങളുടെ വരവിനോ ജോലിക്ക് തടസ്സമോ ഇതൊന്നും ആകുന്നില്ല. ചെറിയ ചില മാനസിക വൈഷമ്യങ്ങൾ ഉണ്ടാക്കാം എന്നതേ ഉള്ളൂ. എന്തായാലും ആദ്യത്തെ ആഴ്ച വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഇവർക്ക് പ്രയോജനമാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ഉല്ലാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, മനസ്സിന് സന്തോഷം നൽകുന്ന ഇടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് യാത്ര ചെയ്യുക, പുതിയ വസ്ത്രം ലഭിക്കുക, മനസ്സിന് സന്തോഷം നൽകുന്ന ആഭരണങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. സാമ്പത്തിക ഗുണം മനസ്സിന് സന്തോഷം നൽകുന്നത് കൊണ്ടാവണം ഒരുപക്ഷെ ഇവരുടെ ആകർഷകത്വം, ശാരീരിക മാനസിക ആകർഷത്വം കുറച്ചുകൂടി മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു എന്ന് കാണുന്നു. ആഴ്ചയുടെ ആദ്യത്തെ പകുതി ഇവർക്ക് ഗുണകരമാണെന്ന് പറഞ്ഞു. രണ്ടാം പകുതി തുടങ്ങുമ്പോൾ അധിക ചെലവിൻ്റെ ഒരു പ്രശ്നമുണ്ടാകാം. അതുപോലെ തന്നെ ഈ ലോവർ അബ്ഡമിൻ ഭാഗത്തോ ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തോ എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലം ഉദര സംബന്ധമായ വ്യാധിയോ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സഹോദരന്മാരുമായി ആഴ്ചയുടെ ആദ്യ പകുതി തുടങ്ങുന്ന ദിവസങ്ങൾ ചിലപ്പോൾ കലഹമോ വാക്കുതർക്കമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2, 3, 4 ദിവസങ്ങളും അത് കഴിഞ്ഞാൽ 7ഉം 8ഉം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിൽ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒക്കെ തന്നെയും ഉണ്ടായിരുന്ന ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇവരെക്കുറിച്ചുള്ള അപഖ്യാതികൾ പറഞ്ഞു വരുത്തുന്ന വ്യക്തികളുടെ ഇടപാടുകളും ഒക്കെ തന്നെ കുറേയൊക്കെ ശമിച്ചതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഇവരുടെ കർമ്മരംഗം ശോഭനീയമാകുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടി ഇവർക്ക് തിളക്കമാർന്ന ഒരു ഐഡൻറ്റിറ്റി തങ്ങളുടെ കർമ്മ മേഖലയിൽ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്തുള്ള വിജയം ഇവരുടെ സാമ്പത്തിക നേട്ടമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിന് ശേഷം ഇവർക്ക് കർമ്മസംബന്ധിയായി, അതായത് പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വളരെ വിജയമുണ്ടാകുന്നതായും അതിൽ നിന്ന് വരുമാനം വരുന്നതായും കാണുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ ചില സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകുന്നതായി കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ സഹായിക്കുകയും ഏറ്റവും ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരും ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെ വിലപ്പെട്ടതായി തോന്നുന്ന ഒരവസ്ഥ ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇവർക്കുണ്ടാകും. തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്ന തരത്തിൽ, തങ്ങളെക്കുറിച്ചുള്ള വില വർദ്ധിക്കുന്ന തരത്തിൽ, അതായത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ കുറച്ചുകൂടി മതിപ്പും വിലയുമൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ സംസാരിക്കുവാനും ബുദ്ധിപരമായും അതുപോലെ തർക്ക വിഷയങ്ങളിലുമൊക്കെ വളരെ നല്ല ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായി വരുന്നു. വാക്കുകൾക്ക് വളരെയധികം വില ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ. ആദ്യ പകുതിയിൽ ആദ്യത്തെ ദിവസത്തിന് ശേഷം ഇവർക്ക് സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും കാണുന്നുണ്ട്. അതോടൊപ്പം ധനപരമായ നേട്ടവും കാണുന്നു. ചില യാത്രകൾ ആദ്യ ദിവസം മുടങ്ങിപ്പോകുമെങ്കിലും അതുപോലെ അവസാന ദിവസം ചിലവ് വർദ്ധിച്ചിരിക്കുമെങ്കിലും ഇടയ്ക്കുള്ള ദിവസങ്ങൾ, അതായത് ആദ്യ ദിവസത്തിനും അവസാനത്തെ 2 ദിവസത്തിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. അത് പ്രവർത്തനങ്ങളിലെ വിജയം മാത്രമല്ല, നേരത്തെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും വീട് സംബന്ധമായ ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും സഹോദര സ്ഥാനത്തുള്ളവരെ സഹായിക്കുന്നതിലും അതുപോലെ തിരിച്ച് സഹായങ്ങൾ നേടുന്നതിലുമൊക്കെ തന്നെ ഇവർക്ക് ഗുണകരമായ ദിവസങ്ങളാണ് കാണുന്നത്. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർ സമർപ്പിക്കുകയും ചെയ്യുന്നത് വഴി കൂടുതൽ ഇവർക്ക് കാര്യശേഷിയും അതുപോലെ പ്രവർത്തനശേഷിയും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അർപ്പിക്കാൻ സാധിക്കുന്നു. അത് മറ്റുള്ളവർ തിരിച്ചറിയുകയും മേലധികാരികളുടെയും അതുപോലെ സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രോത്സാഹനവും പ്രശംസയും ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു.
നയനങ്ങൾക്കോ മൂക്ക് അതുപോലെ തന്നെ കവിളല്ലുകൾ, പല്ല്, മോണ ഈ ഭാഗത്തോ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ വരാനുള്ള സാധ്യതയുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. സാഹസികമായ കർമ്മങ്ങൾ, സ്പീഡിൽ വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ ഒരുപാട് ഉയരമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക. അത്തരം സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ നടക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അഗ്നി, ഇലക്ട്രിസിറ്റി ഇവയോട് ഇടപെടുമ്പോഴും വളരെയധികം ശ്രദ്ധ വേണമെന്ന് മിഥുനക്കൂറുകാരോട് പ്രത്യേകം പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 സായാഹ്നം 3:15 കഴിഞ്ഞ് 3, 4, 5, 6 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഇവർക്ക് ധനസഹായമാണ് ഈ ആഴ്ചയുടെ തുടക്ക ദിവസം ഉണ്ടാകുന്നത്. ശാരീരികമായ അവശത കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം തന്നെയാണ്. അത് ആഴ്ചയുടെ 2ാം പകുതിയാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് കുറച്ചുകൂടി മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയുണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ 2ാമത്തെ പകുതിയിൽ തങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്ന കർമ്മരംഗത്ത് തന്നെയാണ് തങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ കർമ്മത്തെ ഏറ്റവും കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനവും അവരുടെ പൊതുവെയുള്ള മൂല്യവും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പൊതു ഇടങ്ങളിൽ ഇടങ്ങുമ്പോഴും അതുപോലെ സുഹൃത്ത് സദസ്സുകളിൽ ഇടപെടുമ്പോഴും ഒക്കെ തന്നെ ഇവർക്ക് വലിയ ചില ബഹുമാനാദികൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പുതിയ സാധന സാമഗ്രികൾ വീട്ടിലേക്ക് വാങ്ങി വയ്ക്കുന്നതായി കാണുന്നു. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സമ്മാനമായി ലഭിക്കുന്നതായും കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി സ്വന്തം നാവിൻ്റെ പിഴ കൊണ്ട് ചില ശത്രുതാ അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. അതുപോലെ മേലധികാരികളോട് ഇടപെടുമ്പോഴും ഒക്കെ തന്നെ ഒരു ശ്രദ്ധ വേണം. നേരത്തെ ഞാൻ പറഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങളിലെ മികവ് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ, പ്രത്യേകിച്ചും മേലധികാരികളുടെയും അതുപോലെ സഹപ്രവർത്തകരുടെയും ഒക്കെ വലിയ ആദരവ് പിടിച്ചുപറ്റാനുള്ള സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ അതേപോലെ തന്നെ ഇവരിൽ നിന്ന് അങ്ങോട്ടുണ്ടാകാവുന്ന വാക്കുകൾ ചിലർക്കെങ്കിലും വൈമനസ്യം ഉണ്ടാക്കാനുള്ള സാധ്യത, അത് ഒന്നുകിൽ കുടുംബത്തിൽ കാരണവസ്ഥാനത്തുള്ളവർക്കോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ അവരുടെ മേലധികാരികളോടോ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും അങ്ങേയറ്റത്തെ സൗമ്യതയും മര്യാദയും പുലർത്തണം എന്നും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. സന്താനങ്ങളെ ചൊല്ലി ചെറിയ ശാരീരികമായ വൈഷമ്യങ്ങളെ ഓർത്തുള്ള ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് സന്താനങ്ങളുമൊത്ത് സാഹസിക യാത്ര നടത്തുക. സാഹസികം എന്ന് പറയുമ്പോൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതും വാഹനം ഓടിക്കുന്നതും അതുപോലെ വളരെ സാഹസികത നിറഞ്ഞ ചില ഈ ഇടങ്ങളുണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോകുമ്പോൾ, കുട്ടികളുമൊത്തൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധ വേണമെന്ന് അവരോട് പറയേണ്ടിയിരിക്കുന്നു. ശ്രദ്ധയിൽ 2 കാര്യങ്ങളാണ്. അവനവന് ചെയ്യാൻ സാധിക്കുന്നത്, മറ്റത് ഈശ്വരനെ അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഇത് രണ്ടും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അപകടങ്ങളും അതുപോലെ തന്നെ ദോഷാവസ്ഥകളും ഒക്കെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് മാറുന്ന അവസ്ഥയിലേക്ക് മാറാം. അത് പ്രത്യേകമായി ചിന്തിച്ചു കൊള്ളണം. പിന്നെ സഹോദര സ്ഥാനത്തുള്ളവരുടെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുകയോ, പലരും വിചാരിക്കും കർക്കിടക മാസമായതുകൊണ്ട് എന്തു മംഗളകർമ്മമെന്ന്. കർക്കിടക മാസത്തിലും അഭിജിത്ത് മുഹൂർത്തത്തിൽ മംഗളകർമ്മം നടത്താം എന്ന് ഉള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അത് വളരെ അത്യാവശ്യമുള്ളവർക്ക് എടുക്കേണ്ട മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ വളരെ അത്യാവശ്യമുള്ള ചില കർമ്മങ്ങളാണെങ്കിൽ അത്തരം കർമ്മങ്ങളിൽ ചിലപ്പോൾ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പങ്കുകൊള്ളാൻ സാധിക്കുമെന്നും കാണുന്നു. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷവശങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ത്വക്ക് സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ നേരത്തെ തന്നെ നയനങ്ങൾക്കോ ഹൃദയത്തിനോ പേശികൾക്കോ വാദസംബന്ധമായ അസുഖമോ ഒക്കെ ഉള്ളവർക്ക് അതിപ്പോൾ വർദ്ധിക്കാനിടയുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8 ദിവസങ്ങളാണ്. 2-ാം തീയതി അപ്രതീക്ഷിതമായി ഇവർക്ക് ധനം വരാനുള്ള യോഗം കാണുന്നുണ്ട്. അസ്ഥി സംബന്ധമായി പ്രശ്നങ്ങളും ഒപ്പം ഉണ്ടാവാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ദിവസങ്ങൾ പറഞ്ഞു 5, 6, 7, 8. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 11-ൽ നിൽക്കുന്നതിൻ്റെ ഒരു ഗുണം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് ഇത്രയും കാലം കിട്ടാതിരുന്ന ഒരു പണത്തിൻ്റെ രൂപത്തിലുള്ള സഹായമോ മറ്റാദരവോ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് കൃത്യമായി ധനം പിടിച്ചു വാങ്ങാനോ ചോദിച്ചു വാങ്ങാനോ ഉള്ള ധൈര്യം ഇവർക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും
ആദ്യത്തെ ദിവസം ഇവർക്ക് വളരെ ഗുണകരമാണെങ്കിലും തൊട്ടടുത്ത ദിവസം ധനപരമായി അത്ര ദോഷമല്ലെങ്കിലും ശാരീരികമായി വലിയ ഗുണം കാണുന്നില്ല. നട്ടെല്ല് സംബന്ധമായോ വസ്തിപ്രദേശത്തോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാലിലേക്കുള്ള ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരിക, കാലിന് പൊതുവെ ബലക്ഷയം തോന്നുക തുടങ്ങിയ അവസ്ഥകളൊക്കെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിന് ശേഷം ഉണ്ടാകാം. എന്നാൽ പൊതുവെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ വലിയ ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ചില യാത്രകൾ വരുന്നുണ്ട് ഇവർക്ക്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഇവർക്ക് ഉണ്ടാകാവുന്ന ചില പുതിയ പ്രോജക്റ്റുകൾ, അതിലൊക്കെ ചിലപ്പോൾ ചില തടസ്സങ്ങൾ വന്നേക്കാം. എന്നാൽ അതിനെയൊക്കെ ആഴ്ചയുടെ ഒടുവിൽ അതിജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. തുടക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ വിശേഷം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായി ചില വർക്കുകൾ വരുമെന്ന് പറഞ്ഞു. ഈ വർക്കുകളൊക്കെ തന്നെയും, ഈ ജോലികളൊക്കെ തന്നെയും മുൻപ് ഇവർ ചെയ്തിരുന്നതും ഇടയ്ക്ക് അതിൽ നിന്ന് അകന്നു നിന്നവരുമാകാം. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരു കുറവ് ഇവർക്ക് സ്വയം തോന്നാം. എന്നാൽ ആ രംഗത്തേക്ക് വീണ്ടും ഇറങ്ങുകയും അതിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡായിട്ട് ഫുൾ ശ്രദ്ധയോടുകൂടി ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്ന് കാണും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അത് അവർക്ക് തെളിവാകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ഇടയ്ക്ക് ഉണ്ടാകാവുന്ന 1-2 ദിവസങ്ങൾ ഇവർക്കല്പം മാനസിക വിഷമങ്ങൾ ഉണ്ടാകാം. തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്ക അവർക്ക് തന്നെ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അതൊക്കെ വളരെ വിജയകരമായി മാറുകയും ആശങ്കകളൊക്കെ അകന്നു പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി അത് പിന്നീടുള്ള ദിവസങ്ങളിൽ തുടർന്നു പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊത്ത് അല്ലെങ്കിൽ വ്യക്തിയോടൊത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകുവാനും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമാഗമങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ദോഷങ്ങൾ കാണുന്നില്ല. ഏറ്റവും പ്രധാനം സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയങ്ങളും കാണുന്നുണ്ട്. അതുപോലെ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി തങ്ങൾക്ക് അറിയാവുന്ന മേഖലകളിൽ ഇവർക്ക് പുരസ്കാരം ലഭിക്കുകയോ ഏറ്റവും നല്ല കർമ്മ സാക്ഷ്യത്തിന് ഇവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുകയോ ഒക്കെ ചെയ്യാം. പുതുതായി തുടങ്ങുന്ന മേഖലകളിൽ പോലും ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നതായും കാണുന്നു. നേരത്തെ തുടർന്നു വന്നിരുന്ന മേഖലകളിൽ നിന്നാണ് ഇവർക്ക് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ചില പുരസ്കാരങ്ങൾ തങ്ങളുടെ കർമ്മ വിജയത്തിന് ലഭിക്കുന്നതായി കാണുന്നത്. ഏതായാലും പൊതുവെ സാമ്പത്തിക നേട്ടം താരതമ്യേന ഭേദപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ വിജയവും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം ഇവർ ശ്രദ്ധിക്കണം. ശ്വാസം മുട്ടൽ പോലെയുള്ള അസുഖം നേരത്തെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ വസ്തിപ്രദേശം അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഭാഗങ്ങൾ, മൂലാധാര പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത, കാലിന് ബലക്ഷയം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി സായാഹ്നം 3:15 വരെയും അത് കഴിഞ്ഞാൽ 7-ഉം 8-ഉം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതിയാണ് കൂടുതൽ ഗുണകരം. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരിക്കുകയും എന്നാൽ പല കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുകയും ചെയ്തിരുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിൽ കുറേ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികം അതിലൊരു പ്രധാന ഘടകമാണ്. കടം വാങ്ങിയെങ്കിലും പണം നേടി ഇവരുടെ കർമ്മരംഗത്ത് കുറച്ചുകൂടി ശോഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഇവർ വായ്പ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പ അനുവദിച്ച് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഈ വായ്പ അനുവദിച്ച് കിട്ടുന്നതോടൊപ്പം തന്നെ തങ്ങൾക്കുണ്ടായിരുന്ന പഴയ കടബാധ്യതകളിൽ കുറേയെങ്കിലും ഇവർക്ക് നീക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇവർക്കുണ്ടായിരുന്ന കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് കുറേയൊക്കെ ആശ്വാസം ലഭിക്കുന്നതായും കാണുന്നുണ്ട്. പ്രവർത്തനങ്ങൾ പലതും മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ സാമ്പത്തിക ഭദ്രത കുറച്ചുകൂടി ഉറപ്പുവരുന്നു. ആദ്യ ദിവസത്തിന് ശേഷം പൊതുവേ ഗുണകരമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കരാറോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയുടെ കാര്യത്തിലോ ഇവർക്ക് അനുകൂലമായ അറിവ് കിട്ടുന്നു. അതുപോലെ വിദേശ സംബന്ധമായ പഠനത്തിൻ്റെ കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മംഗളകരമായ കാര്യങ്ങളിൽ പോസിറ്റീവായ അനുകൂലമായ തീർപ്പുണ്ടാവുകയോ ചെയ്യുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കാണുന്നുണ്ട്. സ്വന്തം വ്യക്തിത്വം ശാരീരികമായും മാനസികമായും
കുറച്ചുകൂടി പുരോഗതിയിലാകുന്നതായി സ്വയം മനസ്സിലാക്കുന്നൊരവസ്ഥയും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം കൃത്യമായി തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വിജയം കൊണ്ടും അതുപോലെ സമാന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് കർമാനുഭവങ്ങൾ, അതായത് ധനം നേടാൻ സാധിക്കുന്നതായി കാണുന്നു. ചിലപ്പോൾ കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ഓഹരി ഇവർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പണം വരികയോ ഒക്കെ ചെയ്യാം എന്ന് കാണുന്നുണ്ട്. കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ പണം കിട്ടാം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇപ്പോഴും രണ്ട് മനസ്സോടെ നിൽക്കുന്നവർ അത് തുടരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സോ അല്ലെങ്കിൽ വസ്തുവകകൾ അല്ലാതെ ബിസിനസ് ഒന്നുമല്ലാതെ തന്നെ വിൽക്കാൻ കാത്തിരിക്കുന്നവർക്കോ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സമയമെടുക്കും എന്ന് കാണുന്നുണ്ട്. എന്നാൽ മറ്റു വിധത്തിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണം അനുഭവിക്കുകയും ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന വിഷയം പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുപോലെ തന്നെയാണ് ഇവരുടെ ശ്വാസകോശ സംബന്ധമായോ ത്രോട്ട് സംബന്ധമായോ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഈ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. വിദേശത്തു നിന്നും വരുന്ന ധനസഹായത്തിന് അല്പം കൂടി വർധനവുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട ധനമെന്ന് പറയുമ്പോൾ വിദേശ സ്ഥാപനങ്ങളിൽ അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ അയക്കുന്ന പണമോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഇവർ എന്തെങ്കിലും കരാർ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭ വിഹിതമോ അതൊന്നുമല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ഏതെങ്കിലുമൊക്കെ MNCകളിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്ത് അവിടുന്ന് കിട്ടുന്ന പണമോ ഇവരിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ കർമ്മ മേഖലയിൽ ഇവർ നേരത്തെ തന്നെ മാറ്റിയിരുന്ന ചില പുതിയ രീതികൾ ഇവർക്ക് വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഇപ്പോഴും തുടരുന്നു. മേലധികാരികൾ, സഹപ്രവർത്തകർ, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർ അല്ലെങ്കിൽ യഥാർത്ഥ അധികാരികൾ, സർക്കാർ തലത്തിലുള്ളവർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുകളിലിരിക്കുന്ന വ്യക്തികൾ ഇവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ ചിലരോടെങ്കിലും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈമനസ്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ഇവർ വിനിയോഗിക്കുന്നത് കൊണ്ട്, കർമ്മരംഗത്ത് സമർപ്പിക്കുന്നത് കൊണ്ട് ആർക്കും ഇവരെ നെഗറ്റീവായി പ്രതികൂലമായി ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ടാവുകയില്ല. എന്നാൽ ഇടയ്ക്ക് ഇവരുടെ തന്നെ ചില അഹന്ത കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ചില നാവ് പിഴകൾ കൊണ്ടോ ഉണ്ടാകാവുന്ന ചില ദോഷങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പ്രത്യേകിച്ച് കാരണവസ്ഥാനത്തുള്ളവരോടോ പിതാവിനോടോ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിലാണെങ്കിൽ തുലാക്കൂറിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ ജീവിത പങ്കാളിയായ പുരുഷനോടോ അല്ലെങ്കിൽ തുലാക്കൂറിൽപ്പെട്ട പുരുഷന്മാർ അവരുടെ ജീവിത പങ്കാളിയായ സ്ത്രീയോടോ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കലഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗന്ദര്യപ്പിണക്കമോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ തുലാക്കൂറിൽപ്പെട്ട പുരുഷന്മാർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അത് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം അതിന് മാറ്റമുണ്ടാകും. തുടക്ക ദിവസങ്ങളിലാണ് അത് കൂടുതൽ കാണുന്നത്. ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥ ഇവർക്കിപ്പോൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ മനസ്സിൻ്റെ ആശങ്ക ഇവർ ഇപ്പോഴും നിർഭാഗ്യാവസ്ഥയിൽ തുടരുകയാണോ എന്നൊരവസ്ഥ സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളെ ചൊല്ലിയുള്ള ദോഷവശങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശത്രു അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കടമോ മറ്റു ബാധ്യതകളോ നേരത്തെ ഉണ്ടാക്കിയവരും ഇപ്പോൾ ഇനി ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നവരെയും മനസ്സിൽ ശത്രുതാ മനോഭാവത്തിലല്ലേ ഇവർക്ക് കാണാൻ സാധിക്കൂ. ആ വിധത്തിലുള്ള മനോഭാവങ്ങൾ ഇവർക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കൽ, മനസ്സിൻ്റെ സമാധാനം, കുറച്ചുകൂടി ഈശ്വരീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവരുടെ മനസ്സ് മാറുന്ന അവസ്ഥ. എന്നാൽ എപ്പോഴെങ്കിലും വാശിയോ വൈരാഗ്യമോ കൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഭദ്രതയെ അല്പമെങ്കിലും കുറയ്ക്കുന്ന ഒരവസ്ഥയും ഇവരിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മനസ്സ് പൂർണ്ണമായും ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ആവശ്യമില്ലാത്ത കോപമോ ഈർഷ്യയോ ഒന്നും കൊണ്ടു നടക്കേണ്ട എന്ന് ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. തുലാക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അതുപോലെ തുലാക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്വന്തം ആരോഗ്യത്തിലും വളരെ പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും വാഹനം സ്വയം ഓടിക്കുമ്പോഴുമൊക്കെ നല്ല ശ്രദ്ധ വേണം. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 സായാഹ്നം
3 കാല് കഴിഞ്ഞ് 3, 4, 5, 6 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ അല്പം ഊർജ്ജസ്വലത കൈവന്നിട്ടുണ്ട്, അതുപോലെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു പരിധിവരെ ശ്രദ്ധിക്കാം. പരിധി കഴിഞ്ഞാൽ പിന്നെ അത് സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ സ്വയം വരുത്തി വയ്ക്കുന്ന ചില വിനകൾക്കോ കാരണമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴും മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അങ്ങേയറ്റത്തെ കരുതൽ വേണം. ശത്രുസ്ഥാനത്തുള്ളവരെ ഇവർക്ക് വീണ്ടും ശത്രുതാ മനോഭാവത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ അങ്ങനെ സഹായിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകൾ ഇവരിൽ നിന്ന് വീഴാനിടയുണ്ട്. അതുകൊണ്ട് വൃശ്ചികക്കൂർ പൊതുവേ ദേഷ്യം കൂടുതലുള്ളവരാകാൻ സാധ്യതയുണ്ട്, മേടക്കൂറും വൃശ്ചികക്കൂറും. അതല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവർക്ക് അടിയുറച്ച ചില വിശ്വാസങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ എതിർക്കാൻ വരുന്നവരോട് വളരെ പരുക്കനായി പെരുമാറുന്നൊരവസ്ഥ അല്ലെങ്കിൽ പരുഷമായി പെരുമാറുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരവസ്ഥ ഇപ്പോൾ ചില ഗ്രഹങ്ങൾ സമ്മാനിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ പൊതുവേ ഇവർക്ക് വളരെ വലിയ ഈശ്വരാധീനമുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മലഗ്നത്തിലേക്ക് പതിഞ്ഞിരിക്കുന്നതിനാൽ ഈശ്വരാധീനം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, സംരക്ഷണം ഇപ്പോൾ. അതുപോലെ പഠന സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വിദേശത്ത് പോകുന്ന കാര്യത്തിൽ ചെറിയ ചില തടസ്സങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ വരാം. എന്നാൽ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ച് ആഴ്ചയുടെ 2ാം പകുതി, അതിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പിതാവുമായോ കാരണവസ്ഥാനത്തുള്ളവരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കലഹിക്കാമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ തറവാട് ഭാഗം വയ്ക്കുന്ന കാര്യത്തിലോ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഉപരി ഇവർക്ക് ഈശ്വരാധീനം സർവേശ്വരൻ അനുഗ്രഹിച്ച് നിൽക്കുന്നതിനാൽ അതിനെയൊക്കെ ഭേദിക്കും, ആ ഇല്ലായ്മകളെ ഇല്ലാതെയാക്കും എന്ന് വേണം ചിന്തിക്കാൻ. വിദേശത്തു നിന്ന് ധനസഹായമോ വിദേശത്ത് ജോലി ചെയ്യുന്ന അവസ്ഥയോ തുടരുന്ന സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ ജോലിക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം, പ്രത്യേകിച്ച് വൃശ്ചികക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക്. അതുകൊണ്ട് അവരുടെ ജീവിത പങ്കാളികൾ അവരെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഭർത്താവുമായോ ജീവിത പങ്കാളിയുമായോ ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ അകന്നു നിൽക്കലോ ഉണ്ടാകുന്നതായി കാണുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കണം. ജോലിയോട് കൂടുതൽ പരിഗണനയും ധനമുണ്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും വരുമ്പോൾ ചിലപ്പോൾ കുടുംബത്ത് ഇവരുടെ ശ്രദ്ധ അല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടുള്ള പരിഗണന കുറയാനുള്ള സാധ്യതയുണ്ട്. അത് സൗന്ദര്യ പിണക്കങ്ങളിലേക്കോ കലഹങ്ങളിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിനും അത്ര നല്ല സ്ഥിതിയല്ല. 4ാം ഭാവം കൊണ്ട് കുടുംബത്തെയും ചിന്തിക്കണം, മാതാവിൻ്റെ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെയും ചിന്തിക്കണം. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ഇതൊക്കെ ഒരുമിച്ച് വേണം ചിന്തിക്കാൻ. സന്താനങ്ങൾക്കും അത്ര ശുഭകരമായ അവസ്ഥയല്ല, ഭാഗ്യത്തിന് ഇത് കാണുന്നു. എന്നാൽ സന്താനഭാവത്തിലേക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ അതൊക്കെ പരിഹരിക്കപ്പെടും. എല്ലാ പോരായ്മകളും പരിഹരിക്കപ്പെട്ട് ഈശ്വരാധീനം കൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ എന്തായാലും ഇവർക്ക് കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ കരാറുകൾ വരാം. പുതിയ അധികാരികളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യത കാണുന്നു. മംഗളകർമ്മങ്ങളും നടക്കണം. അത് കുറേ കാലത്തേക്ക് ഇവർക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഏറ്റവും അനുയോജ്യമായ സമയത്ത് അത് കൃത്യമായി നടക്കും. ഇപ്പോൾ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങളിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നയനവുമായി ബന്ധപ്പെട്ടോ നെറ്റിത്തടം അതുപോലെ സ്കാൾപ്പിൻ്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടോ അലർജി അസുഖങ്ങളോ ചെറിയ മുറിവുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, പൊതുവെ മുഖരോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായ ഒരവസ്ഥ കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിലാണത് കാണുന്നത്. 2ാം പകുതിയിൽ ഇവർക്ക് എന്തിനാണോ ഇവർ കുടുംബത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നത്, അതൊരു പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങൾ ആണെങ്കിൽ ആ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് വൻ വിജയമുണ്ടാകുന്നു ആഴ്ചയുടെ 2ാമത്തെ പകുതി. പ്രത്യേകിച്ചും തങ്ങൾക്കറിയാവുന്ന മേഖലകളാണെങ്കിൽ അവിടെ അവർക്ക് വലിയ വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയാണ് തങ്ങളുടെ ജീവിത പങ്കാളി കൂടുതലായി ശ്രമം കണ്ടെത്തിയത് എന്ന സമാധാനത്തിൽ ഇവരുടെ വീട്ടിലെ കലഹത്തിനൊരയവ് വരികയും ചെയ്യാം. എന്തായാലും ദാമ്പത്യ
അന്തരീക്ഷത്തിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടതായി വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. എല്ലുകൾക്ക് വളരെ സുരക്ഷിതമായ ഒരവസ്ഥ ഉണ്ടാവണം. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ കരുതൽ നടപടികൾ എടുക്കണം. ഓവർ സ്പീഡ് പാടില്ല എന്ന് പ്രത്യേകമായി ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. അവരുടെ കർമ്മസംബന്ധിയായ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഈശ്വരാധീനം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ നിന്നിരുന്ന കണ്ടകശനിയുടെ ദോഷവശങ്ങളും കുറയുന്നു. മാതൃകുടുംബത്തെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ നാട്ടിലെ അവസ്ഥകളെ ചൊല്ലിയുള്ള, പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിലെ അവസ്ഥകളെ ചൊല്ലിയുള്ള ആശങ്കകൾക്ക് അറുതി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി സ്വദേശത്തു തന്നെയാണ് ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്കും അവരുടെ മാതാവുമായി ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്കോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ ഒരാശ്വാസം വരുന്നതായി കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതായും കാണുന്നു. ചിലരെങ്കിലും ധനുക്കൂറിൽപ്പെട്ടവർ വീട് മാറി താമസിക്കുന്നതായോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു താവളങ്ങൾ തേടുന്നതായോ കാണുന്നുണ്ട്. ഏതായാലും ഇവരുടെ മാനസികമായ അവസ്ഥകൾക്ക് കുറച്ചുകൂടി സന്തോഷപ്രദമായ ഒരവസ്ഥ ലഭിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളിൽ വലിയ വിജയമുണ്ടാകുന്നത് കൊണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് പുതിയ ചില സൗഹാർദ്ദങ്ങൾ ലഭിക്കുമെന്ന് കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2-ാം തീയതി സായാഹ്നം 3:15 വരെ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 7-ഉം 8-ഉം ഗുണകരമായ ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഉത്രാടം മുക്കാൽ, തിരുവോണം അവിട്ടത്തര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തങ്ങളിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം 100 കണക്ക് മടങ്ങോടുകൂടി ഇവർക്ക് തിരിച്ചേൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ ചില കർമ്മ പദ്ധതികളിൽ ഇവർ മുഴുകുന്നു. അതിൽ വിജയവും ഉണ്ടാകുന്നു. യാത്ര വളരെ കൂടുതലായി നടത്തേണ്ടി വരും. അതുപോലെ കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ 2-ാം പകുതി തുടങ്ങുന്നതാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം കുറച്ചുകൂടി സാമ്പത്തിക നേട്ടം കിട്ടുകയും കൂടുതൽ ഉല്ലാസത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും ഇവർക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തികമായ പുരോഗതിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുമോദനങ്ങളോ പ്രശംസയോ ഒക്കെ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം. പൊതുവെ സഞ്ചാരം ഇവർക്കിപ്പോൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നോ ദാമ്പത്യ അന്തരീക്ഷത്തിൽ നിന്നോ മാറി നിൽക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ ഇവരുടെ ജീവിത പങ്കാളിക്കും ഏതെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗം, അത് ഒന്നുകിൽ നിലവിൽ വരുമാന മാർഗം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വർദ്ധിക്കാം. അതല്ല, നിലവിൽ മറ്റു മാർഗങ്ങളില്ലാതിരുന്നവർക്ക് പുതിയ ജോലി കിട്ടുകയോ മറ്റെന്തെങ്കിലും വരുമാനത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും. പുതിയ ആഭരണങ്ങൾ കിട്ടുന്നതായി കാണുന്നു. അതുപോലെ തന്നെ വസ്ത്രം, വീട്ടുപകരണങ്ങൾ ഇതൊക്കെ വാങ്ങുന്നതായും കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള അവശത മകരക്കൂറിനെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ചില ഇൻഫെക്ഷൻസ് ഒക്കെ ഇവർക്കിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും നീർവീക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ സ്കിൻ ഡിസീസോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം പരിശുദ്ധി, അതുപോലെ സ്വന്തം ഏറ്റവും ക്ലിയറായി ഏറ്റവും ശുദ്ധമായി തങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കലും മാലിന്യം ഇല്ലാത്ത രീതിയിൽ അന്തരീക്ഷത്തെ, അത് വാഹനത്തിലായാലും വീടിൻ്റെ ഉള്ളിലായാലും വീടിൻ്റെ പരിസരങ്ങളായാലും സൂക്ഷിക്കണം എന്നിവരോട് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഏത് വിധേനയുള്ള അലർജി അസുഖങ്ങളും ഇവരെ ഇപ്പോൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ചർമ്മങ്ങൾക്ക് അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. വദനഭാഗത്തെ ചർമ്മത്തിന് എന്തെങ്കിലുമൊക്കെ അലർജിയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ച മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 2 സായാഹ്നം 3:15 കഴിഞ്ഞ് 3-ാം തീയതിയും 4-ാം തീയതിയും താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു കഴിവ് കുറവ് ഈ ആഴ്ചയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. ഏറ്റവും നന്നായി തങ്ങളുടെ കഴിവ് അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മമേഖലയിൽ മുന്നോട്ട് പോകാൻ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ 2-ാം പകുതിയിൽ സാധിക്കുമെന്ന് കാണുന്നു.
അതുപോലെ മറ്റൊരു പ്രധാന വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നതിന് മാറ്റം വരുന്നുണ്ട്. എന്നാൽ വേണ്ടത്ര ആരോഗ്യ സംരക്ഷണം തുടർന്നും നടത്താത്തതിൻ്റെ ഭാഗമായി ഈ ആഴ്ചയും ചിലപ്പോൾ ചില അവശതകൾ ഇടയ്ക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം തങ്ങളുടെ ആരോഗ്യ സംരക്ഷണമാണെന്ന് കാണുക. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന വയറിനുണ്ടാകാവുന്ന ചില അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഇവരെ ഈ ആഴ്ച പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാരം കഴിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കേണ്ടതുണ്ടെങ്കിൽ കഴിക്കുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇവർക്ക് അപ്രതീക്ഷിതമായി ധനസഹായം വരാനുള്ള സാധ്യത കാണുന്നു. ഒന്നുകിൽ ഇവർ പ്രവർത്തിച്ച മേഖലയിൽ നിന്ന് പണം വരാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ സഹായിക്കാനുള്ളവർ സഹായിക്കാം, അല്ലെങ്കിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യത ഇതൊക്കെ കാണുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പല ആസൂത്രണങ്ങളും വളരെ പുരോഗതിയോടുകൂടി മുന്നോട്ട് പോകുന്നതായി കാണുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ചില പ്രവർത്തനങ്ങൾ ഇവർ ഉടൻ തുടങ്ങിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം ഉണ്ടാകുമെന്നും കാണുന്നു. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായ വിജയം ഇവർക്കുണ്ടാകുന്നത് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ്. മാതാവിന് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയും വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നും ഇവരോട് പറയുന്നു. സാമ്പത്തികം താരതമ്യേന ഭേദപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അത് കുറച്ചുകൂടി പ്രബലമാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2 സായാഹ്നം 3:15 വരെയും ശേഷം 5ഉം 6ഉം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തങ്ങളുടെ കർമ്മരംഗത്ത് ഏറ്റവും നല്ല വിജയം കാഴ്ചവെക്കുന്ന തരത്തിൽ ചില പുതിയ സവിശേഷതകൾ, കർമ്മസംബന്ധിയായ സവിശേഷതകൾ ഇവർക്ക് ഉൾച്ചേർക്കാനാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തന രംഗത്ത് ഇവർക്ക് ഒരുതരം അതുല്യത, മറ്റുള്ളവരെ ഒക്കെ മുകളിൽ ഇവർക്ക് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമുണ്ടാകുന്നു. ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയോ മറ്റ് കഴിവുകളോ ഇല്ലാത്തവർക്ക് അവരുടെ ജോലി ഏറ്റവും നന്നായി ചെയ്യാനും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നന്നായി സാധിക്കുന്നു. ആദ്യ പകുതി മാത്രമല്ല, ഈ ആഴ്ചയുടെ സിംഹഭാഗം ദിവസങ്ങളും ഭൂരിഭാഗം ദിവസങ്ങളും ഇവർക്ക് ഈ വിധത്തിൽ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവരുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഇടപെടുന്ന ആൾക്കാരുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാൻ, അഭിപ്രായ വ്യത്യാസം കൊണ്ടുണ്ടാകാവുന്ന ചില സംഘർഷാവസ്ഥകൾ, ചില മാറി നിൽക്കലുകളൊക്കെ സാധ്യതയുണ്ടെന്ന് കാണുന്നു. എന്നാൽ സാമ്പത്തികമായി വളരെ ഗുണവും മറ്റു തരത്തിൽ ഇവർക്ക് ആരും ഇവരെ ശാരീരികമായി ആക്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷ അവസ്ഥകൾ സൃഷ്ടിക്കാനോ സാധിക്കില്ല. അപാരമായ ഈശ്വരാധീനം ഇപ്പോൾ ഇവർക്കുണ്ട്. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ട്. ഏതു പരാജയപ്പെട്ട അവസ്ഥയിലായാലും അതിൽ പിടിച്ചു നിൽക്കാനും അതിൽ നിന്ന് മുന്നോട്ട് വരാനും ഇവർക്കിപ്പോൾ സാധിക്കുമെന്ന് കാണുന്നു. മാതാവിന് ചിലപ്പോൾ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലരുടെയെങ്കിലും മാതാവിന് ശസ്ത്രക്രിയ ഏൽക്കേണ്ടതായി കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥകൾ തരണം ചെയ്യേണ്ടതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ദിവസം, അതായത് ദാമ്പത്യ അന്തരീക്ഷത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് അകന്നു നിൽക്കേണ്ടതായി വരാം. യൂട്രസ് സംബന്ധമായോ ഉദര സംബന്ധമായോ ജനനേന്ദ്രിയ സംബന്ധമായോ ജനനേന്ദ്രിയ ഭാഗങ്ങൾക്കുണ്ടാകുന്ന ദോഷം വഴിയോ ഒക്കെ എന്തെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിത പങ്കാളിക്കുണ്ടാകാം. അതുപോലെ തന്നെയാണ് അപവാദ വിധേയനാകാനുള്ള സാധ്യതയും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട്. പ്രത്യേകിച്ചും മീനക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളാലും അതുപോലെ മീനക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരാലും ഇത്തരം ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം സുതാര്യതയോടുകൂടി ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുക. തങ്ങളുടെ മോശപ്പെട്ട പ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനാപൂർവ്വം അതിനെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിൽ അവർ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് ജന്മശനിയുണ്ട്. ഇപ്പോഴുള്ള ചില ഗ്രഹങ്ങളുടെ വളരെ അനുകൂലമായ സ്വാധീനം കൊണ്ടാണ് ജന്മശനിയുടെ ദോഷാവസ്ഥകൾ കുറഞ്ഞു നിൽക്കുന്നത്. എന്നാലും ശനി എപ്പോഴും ജന്മശനി നിൽക്കുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ കർമ്മം ഏറ്റവും സുതാര്യമായിരിക്കണം. ആ ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ സമർപ്പിതമായ വിനയപൂർവ്വമായ ഒരു ജീവിതം തന്നെയാണ് നയിക്കേണ്ടത്. അല്ലെങ്കിൽ തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യതയുണ്ടാവും, പ്രത്യേകിച്ചും മോശഗ്രഹങ്ങൾ തലപൊക്കുമ്പോൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി സായാഹ്നം 3:15 കഴിഞ്ഞ് 3, 4, 7, 8 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്കായി.
ശനീശ്വരനെയോ, നവഗ്രഹങ്ങളിൽ ശനീശ്വരനെയോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെയോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി സന്ദർശനം നടത്തുക. അതുപോലെ തന്നെയാണ് സ്വന്തം ശരീരം ആ ദിവസങ്ങളിൽ ശരീരത്തിലോ മനസ്സിലോ മത്സ്യമാംസാദികൾ സ്പർശിക്കരുത്. അതുപോലെ കറുത്ത വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും കഷ്ടപ്പെടുന്ന വ്യക്തികളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ശ്രമിക്കുക. ഒട്ടും അഹങ്കാരമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് വ്യാഴ ഈശ്വരനായ ബൃഹസ്പതിയെ സ്മരിക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അതുപോലെ പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കുക. ഇതെല്ലാം തന്നെ വളരെ ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ് വ്യാഴദോഷത്തിന്. നാഗദോഷങ്ങൾക്കായി ഓം നാഗായ നമഃ എന്ന് ജപിക്കാം. അതുപോലെ നാഗ ദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കാം. ഓം ഗം ഗണപതയേ നമഃ എന്ന് ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.